ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴിയുടെ 3-ാം നാൾ, പ്രാർത്ഥനയുടെ, വചനശ്രവണത്തിൻ്റെ, ധ്യാനത്തിൻ്റെയൊക്കെ ദിവസങ്ങളാണിത്. ശരിക്കും ഈ നോമ്പ് കാലം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ വസന്തകാലമാണ്. ഏറ്റവും നല്ല ഫ്രൂട്ട്സൊക്കെ, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കാലമാണ് നോമ്പ് കാലം. നോമ്പ് കാലത്തെന്നതുപോലെ നമ്മൾ മറ്റൊരു കാലത്തും ഇത്ര ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാറില്ല, പരിത്യാഗങ്ങളിൽ ഏർപ്പെടാറില്ല. നമ്മൾ കുറേ കൂടെ ദേവാലയത്തോട്, വചനത്തോട് ഒക്കെ ആഭിമുഖ്യം കാണിക്കുന്ന അതിൻ്റെ ക്ലൈമാക്സ് ആണ് വിശുദ്ധവാരം. ഓശാനയിൽ ആരംഭിച്ച് ഈസ്റ്ററിൽ സമാപിക്കുന്ന ആ വിശുദ്ധവാരം ശരിക്കും എന്തൊരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാണ്. ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ വസന്തകാലമാണ് ഈ നോമ്പ് കാലം. അതുകൊണ്ട് അത് പാഴായി പോകരുത്. അത് നമ്മളിലും ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. ബൈബിൾ എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗം. പക്ഷെ നമ്മൾ 52 വരെയും വായിച്ചു പോകുന്നില്ല. നമ്മളൊരു ഘട്ടം എത്തുമ്പോൾ നിർത്തും. നിങ്ങളത് എൻ്റെ കൂടെ ഫോളോ ചെയ്യണം. ബൈബിൾ ഉള്ളവരെന്നല്ല, എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടാകണം. ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ച് തുറന്ന് അത് വായിക്കുക. ഞാൻ വായിക്കാം, എൻ്റെ കൂടെ നിങ്ങളും വായിക്കണം. ചില നേരങ്ങളിൽ ഞാനിത് നിങ്ങളുടെ കൂടെ വായിക്കുന്നതിൻ്റെ കാര്യം പിന്നെ വായിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ വായിച്ചില്ലെങ്കിലോ എന്നോർത്താണ്. ചില ദിവസങ്ങളിൽ ഞാനും ഇത് കൂടെ വായിക്കും. ചിലപ്പോൾ ഒത്തിരി വലിയ ഭാഗമൊക്കെയാണ് ഞാൻ പറയും, നിങ്ങൾ പിന്നീട് വായിക്കണം, ഹോംവർക്കായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഏൽപ്പിക്കാം. ഇപ്പം നമുക്കിത് വായിക്കാവുന്നത്രയേ ഉള്ളൂ. മർക്കോസ് 10:46 മുതൽ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ വായിച്ച് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ കാണുന്നു. ഈ ബൈബിൾ വായിക്കുമ്പോൾ അത് കേട്ടാൽ പോരാ. ബൈബിൾ വായിക്കുമ്പോൾ അത് കേട്ടാൽ പോരാ, പിന്നെയോ അത് കാണണം. ബൈബിൾ വായിക്കുമ്പോൾ അത് കേട്ടാൽ പോരാ, അത് കാണണം, വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് പരിചയമുള്ള ആ ഇടങ്ങളും വഴികളും വീടും ആളുകളുടെ മുഖവുമൊക്കെ അതിനോട് ചേർത്തങ്ങ് വിഷ്വലൈസ് ചെയ്തുള്ള ഗുണം പിന്നെ അത് മറന്നു പോകത്തില്ല. അത് ഭയങ്കര നല്ലൊരു ടൂളാണ്. ബൈബിൾ മനസ്സിലാക്കാനുള്ളൊരു എളുപ്പ വഴിയായിട്ട് കരുതിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ കാനായിലെ കല്യാണം വായിക്കുമ്പോൾ എൻ്റെ കുട്ടനാട്ടിലെ ചമ്പക്കുളത്തുള്ള വടക്കാമഞ്ചേരിയുള്ള എൻ്റെ ഇടവകയുടെ പരിസരത്തുള്ളൊരു വീട് എൻ്റെ മനസ്സിലുണ്ട്. ഒരു സാധാരണപ്പെട്ടൊരു വീട് എൻ്റെ മനസ്സിലുണ്ട് കാനായിലെ കല്യാണം വായിക്കുമ്പോൾ. പണ്ടത്തെ രീതിയിൽ ഈ സാരി കൊണ്ട് കെട്ടിയ ഒരു പന്തലൊക്കെ ഉണ്ട്. പഴയ ടർപ്പോളയൊക്കെ വലിച്ച് പിന്നെ ഈ സാരി കൊണ്ടാണല്ലോ അന്നത്തെ ഡെക്കറേഷൻ വർക്ക്, സാരി കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയൊരു പന്തലുണ്ട്. അവിടെ ഈശോയും ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. ഈശോയും ശിഷ്യന്മാരും ചാരി നിൽക്കുന്നൊരു തെങ്ങയിൽ അതിൻ്റെ മൂട്ടിപ്പോയി നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഉള്ള ഗുണം, ഞാൻ കണ്ട കാഴ്ചകളോട് റിലേറ്റ് ചെയ്തിട്ട് ഈ സുവിശേഷത്തെ ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതവിടെ പതിഞ്ഞ് കിടക്കും, ഇതെങ്ങോട്ടും പോത്തില്ല. അല്ലെങ്കിൽ അന്ത്യത്താഴത്തിന് സിഹനൂട്ടിശാൽ ഈശോ ശിഷ്യന്മാരും കൂടി ഇരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള അത്യാവശ്യം ഭേദപ്പെട്ട ഒരു മച്ചിമ്പുറമൊക്കെ കാണണം. ആ മച്ചിമ്പുറം വൃത്തിയാക്കി എടുത്ത് അവിടെ ഒരു ടേബിളും ഒരു ബെഞ്ചും ഒക്കെ ഇട്ട് അവിടുത്തെ ആ വിൻഡോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു കർട്ടനൊക്കെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ആ മേശയിൽ ഏതൊക്കെ പാത്രം ഉണ്ടായിരിക്കും? ഏത് പാത്രമാണ് ഈശോ എടുക്കുന്നത്? ആ ജനലിൻ്റെ പാളി എന്തുമാത്രം തുറന്നു കിടപ്പുണ്ട്? അങ്ങനെയൊക്കെ കാണുമ്പോഴുള്ള ഗുണം, നമ്മൾ ഈ ബൈബിളിനെ അങ്ങ് സിനിമ പോലെ കാണുകയാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും, നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഗം, നമ്മളിപ്പോൾ വായിക്കുന്ന ഭാഗം, അതൊന്ന് കണ്ടേക്കണം. കേട്ടാൽ പോരാ, അതൊന്ന് കണ്ടേക്കണം. മർക്കോസ് 10:46 മുതൽ. അവർ ജെറീക്കോയിലെത്തി. അവർ എന്ന് പറയുന്ന ഈശോയും ശിഷ്യന്മാരുമാണ്. ബാക്കി അപ്പോൾ കേട്ടോ. അവൻ ശിഷ്യന്മാരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ ഈശോയാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ,
എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി ഈശോയുടെ അടുത്തെത്തി. ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവിടെയാണ് നമ്മുടെ പഴയ നാടകത്തിലൊക്കെ അടിക്കുന്നത് പോലെ മറ്റേ സിമ്പൽ അടി വീഴേണ്ടത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ ചിരി വരും. കാരണം വഴിയരികിലിരുന്ന അന്ധയാചകൻ അവനെ ആരെങ്കിലുമൊക്കെ കൈ പിടിച്ച്, പിന്നെ അവൻ്റെ ആ സന്തോഷവും വെപ്രാളവും കൊണ്ട് അവൻ തുള്ളിക്കളിച്ചായിരിക്കും വരുന്നത്. എന്നാലും ആരെങ്കിലും കൈ പിടിച്ചാണ് ഈ കണ്ണ് കാണാൻ വയ്യാത്തവനെ ഈശോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈശോ അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആർക്കാണ് അറിയാത്തത് അവന് വേണ്ടത് എന്താണെന്ന്? കാഴ്ചയാണെന്ന്. അവന് വേണ്ടത് കാഴ്ചയാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് വെന്തേ ദൈവപുത്രൻ ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈശോയ്ക്ക് അറിയാം നിനക്ക് വേണ്ടത് കാഴ്ചയാണ്. ഈശോയ്ക്ക് അറിയാം നിനക്ക് വേണ്ടത് കാഴ്ചയാണെന്ന്. പക്ഷേ ഈശോ ചോദിക്കുന്നത്, നിന്റെ വാ കൊണ്ട് അതൊന്ന് പറ, ഞാൻ കേൾക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്നിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. ചില ആൾക്കാരുണ്ട്, നമുക്കൊക്കെ പരിചയമുള്ളവരുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുള്ളവരും ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. അതായത്, എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ? എല്ലാം അറിയുന്നവന് എനിക്ക് വേണ്ടതെന്ന് അറിഞ്ഞുകൂടെ? എല്ലാം അറിയുന്ന ദൈവത്തിനെ എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൂടെ? അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഇതെല്ലാം കൂടെ ലിസ്റ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? ഈ ലിസ്റ്റ് പറഞ്ഞ്, അതായത് കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ദേ ഇന്ന് സ്കൂളിൽ പോവുകയാണ്, ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഇന്ന് ദേ ബിസിനസ്സിന് കാശിറക്കുകയാണ്, ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ചോദിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? ഈശോയ്ക്ക് അറിയാമല്ലോ, അവൻ കാണാത്തത് എന്താ ഉള്ളേ? അങ്ങനെ സംശയിച്ച് നിൽക്കുന്നവരെ ഈ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. കണ്ണ് കാണാൻ വയ്യാത്തവൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു? അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് കാഴ്ച വേണം. പ്രിയമുള്ളവരെ, ഈ കാരുണ്യ വഴി ശുശ്രൂഷയിൽ നിങ്ങൾ ഇത്രയും ദൈവജനം പങ്കെടുക്കുമ്പോൾ എനിക്കറിയാം എന്തോരം പറയാനുണ്ട് ഈശോയോട്, എന്തോരം സങ്കടങ്ങളുണ്ട് നമുക്ക്. ഞെരുക്കങ്ങൾക്ക് വല്ലോ പഞ്ഞമുണ്ടോ? സങ്കടങ്ങൾക്ക് വല്ലോ അറുതിയുണ്ടോ? ഇഷ്ടം പോലെ സങ്കടങ്ങളുണ്ട് നമുക്ക്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ വയ്ക്കുന്ന നിർദ്ദേശം, നിങ്ങളുടെ പ്രാർത്ഥനകളെ ഈശോയുടെ മുമ്പിൽ പറയണം. നിങ്ങളുടെ പ്രാർത്ഥനകളെ ഈശോയുടെ മുമ്പിൽ പറയണം. അതിനെ ഞാനൊരു ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യണം. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാര്യമേ, ഞാനിങ്ങനെ എൻ്റെ ചില അച്ഛന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല, എനിക്കന്ന് അത്രയും വിവരം വെച്ചില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ഞാൻ ചെയ്യാഞ്ഞത്. അതായത്, ചില അച്ഛന്മാർ ഈ സെമിനാരി പരിശീലനം കഴിഞ്ഞിട്ട് 12 വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ട് ഈ പട്ടമേൽക്കുന്ന കർമ്മമില്ലേ, അപ്പോൾ എന്നോട് എൻ്റെ 1-2 കൂട്ടുകാരച്ഛന്മാർ പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ തിരുപ്പട്ടമേൽക്കുന്ന കർമ്മത്തിൻ്റെ നേരത്ത് പൗരോഹിത്യ ജീവിതത്തിൽ ഇവർക്ക് പ്രത്യേകമായി വേണ്ട കൃപകൾ, പൗരോഹിത്യ ജീവിതത്തിൽ പ്രത്യേകമായി വേണ്ട കൃപകൾ, ചിലപ്പോൾ ചില പരിമിതികളുള്ളവരായിരിക്കും. അപ്പോൾ ആ പരിമിതികളെയൊക്കെ കർത്താവ്, ഇവിടെ നിൻ്റെ ഇടപെടൽ വേണേ. ചിലർ സ്റ്റാമറിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ അല്പം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഒരു അല്പം ടെൻഷനൊക്കെ പിടിച്ച് കഴിയുമ്പോൾ വിക്ക് വരും ചിലർക്ക്. അപ്പോൾ അതായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. എന്നോട് സംസാരിച്ച ഒരാൾ അതാണ് എഴുതി വെച്ചത്. പക്ഷേ ഇങ്ങനെ, എനിക്ക് ഈശോയെ നിനക്കറിയാം എനിക്ക് സംസാരിക്കാനുള്ള പാഠവം കുറവാണ്, നീ ഇടപെടണേ. എനിക്ക് സഭാകമ്പമുണ്ട്, നീ ഇടപെടണേ. എനിക്ക് ആളുകളെ നേരിടാൻ ഭയമാണ്, ഇടപെടണേ. അപ്പോൾ അങ്ങനെ വേണ്ട കൃപയൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഈ ശമാശൻ പോക്കറ്റ് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത്, ആ കൂദാശയുടെ നേരത്ത്, തിരുപ്പട്ടത്തിൻ്റെ നേരത്ത് ചോദിക്കേണ്ടത് മുഴുവൻ നേരത്തെ ഇരുന്ന് പ്രാർത്ഥിച്ച് പേപ്പറിൽ എഴുതി ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെയും മേലാണ് കൈവപ്പ് ശുശ്രൂഷ, അതിൻ്റെയും മേലാണ് ആ കൃപ സ്വീകരിക്കുന്നത്. അത് ഈയിടെ ഞാൻ ഓർത്തു. ഇത് പണ്ടെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈയിടെ ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് അങ്ങനൊരു കാര്യം ചെയ്താലോ? നമ്മുടെ ഭാഗത്തുള്ള ഡിസ്പോസിഷനാണ്. ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇതാണ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോട് പറയുക. നമ്മുടെ ആവശ്യങ്ങൾ പറയുക.
നല്ലതാണെങ്കിൽ കർത്താവ് തരട്ടെ, അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. പറയുക, നമ്മൾ അപ്പനോടും അമ്മയോടും പണ്ട് കൊച്ചിലേക്ക് നമ്മളതല്ലേ ചെയ്യുന്നത്. നമ്മൾ പറയും, അപ്പനോട് പറയാതിരിക്കും, അപ്പം എനിക്കിത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം എന്നൊക്കെ ഞാൻ പറയുമ്പോഴും എൻ്റെ അപ്പൻ അറിയാം ഏതാണ് ഇവന് നല്ലതെന്നറിയാം. അവൻ നല്ലത് തരും. പ്രാർത്ഥിച്ചതിൽ, ചോദിച്ചതിൽ നല്ലതാണ് അപ്പൻ തരുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ഒരു വാൽക്കഷ്ണം കൂടെ മനസ്സിലുണ്ടായാൽ മതി. പ്രാർത്ഥിക്കാതിരിക്കരുത്. എല്ലാം ദൈവത്തിന് അറിയാമല്ലോ എന്നോർത്ത് ചോദിക്കാതിരിക്കരുത്. ചോദിക്കണം. ചോദിച്ചിട്ട് അവസാനം പറയണം, ഞാൻ ഈ ചോദിച്ച കാര്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നാൽ മതി, അതെനിക്ക് നല്ലതിനാണെങ്കിൽ തന്നാൽ മതി. അപ്പം നിങ്ങൾ അങ്ങനെ എഴുതണം. ഞാൻ 3 രീതിയിൽ, 3 ടോട്ടൽ ഒരു 5 എണ്ണം വരും. ടോട്ടൽ ഒരു 5 എണ്ണം വരും. നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ഈ കാരുണ്യ വഴിയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങളൊരു പേപ്പറിൽ എഴുതി, ദാ ഇന്ന് കാരുണ്യ വഴിയുടെ 3-ാം ദിവസം നിങ്ങളുടെ വീട്ടിലെ രൂപപ്പടിക്കൽ വെക്കണം. ഇനി ഈ നോമ്പ് തീരുന്നത് വരെ അത്രയും പ്രാർത്ഥന അവിടെ രൂപപ്പടിക്കൽ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഒന്നാമത്തത്, ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച ഒരു പ്രാർത്ഥന എഴുതണം. ആത്മാവിനെ സംബന്ധിച്ച ഒരു നിയോഗം എഴുതണം. അപ്പോൾ അതായത് എന്താ ഈ ആത്മാവിനെ സംബന്ധിച്ച? നമ്മുടെ പാപമേഖലയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ വേണ്ട കൃപകൾ, ക്ഷമിക്കാനുള്ള കൃപ, സമാധാനം അനുഭവിക്കാനുള്ള കൃപ, അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന പാപത്തോട് അകലം പാലിക്കാനുള്ള കൃപ, ആത്മാവിനെ സംബന്ധിച്ച ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു നിയോഗം. ഒന്നാമത്തത് ആത്മാവിനെ സംബന്ധിച്ച ഒരു നിയോഗം. 2, നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച ഒരു നിയോഗം. എന്താണ് മനസ്സിനെ സംബന്ധിച്ച നിയോഗം? നിരാശ, ഏകാന്തത, ഒറ്റപ്പെടൽ, ആരും മനസ്സിലാക്കുന്നില്ലെന്നുള്ള ചിന്ത, ഉത്കണ്ഠ, ഇതൊക്കെ മൈൻഡിൻ്റെ ഫീൽഡാണ്, മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി എഴുതരുത്, ഓരോന്നേ എഴുതാവുള്ളൂ. ആത്മാവിനെ സംബന്ധിച്ച ഒരു പ്രാർത്ഥന, മനസ്സിനെ സംബന്ധിച്ച ഒരു പ്രാർത്ഥന. ഇനി നിങ്ങളുടെ ശരീരം ഭൗതികതയുമായി ബന്ധപ്പെട്ട ഒരു, ഉദാഹരണത്തിന്, ഈശോ എനിക്ക് അല്പം കൂടെ മെച്ചപ്പെട്ടൊരു ജോലി വേണം, എനിക്കൊരു ജീവിത പങ്കാളിയെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു വീട് പണിയണം. അത് ഭൗതികതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്, അങ്ങനെ ഒരു പ്രാർത്ഥന. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വ്യക്തത കൊണ്ടുവരികയാണ്. നമ്മളുടെ ഒട്ടുമിക്ക പ്രാർത്ഥനകളും ഭൗതികത മാത്രമായി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ കള്ളി തിരിച്ച് തന്നത്, കാറ്റഗറി ഉണ്ടാക്കി തന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഭൗതികതയായി പോകാറുണ്ട്. നമ്മൾ ആത്മശോധന ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് ആത്മാവിനെ സംബന്ധിച്ച പ്രാർത്ഥന. 2, എൻ്റെ മനസ്സിനെ സംബന്ധിച്ച, എൻ്റെ മാനസിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന എഴുതണം. 3, ശാരീരികവും ഭൗതികവുമായ തലത്തിലെ ഒരു പ്രാർത്ഥന. 4, കുടുംബത്തിൻ്റെ ഒരു നിയോഗം എഴുതണം. നമ്മുടെ കുടുംബത്തിന്, നമ്മൾ കുടുംബ വിശദീകരണം ആഗ്രഹിച്ചു. നമ്മൾ അപ്പൻ, അമ്മ, മക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന് ഒരുമിച്ച് വേണ്ട ഒരു കൃപ, നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. ചില കുടുംബങ്ങൾക്ക് ആവശ്യം സമ്പാദ്യമാണ്, ആവശ്യം പട്ടിണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക മെച്ചപ്പാട്, അഭിവൃദ്ധി തരണേ കർത്താവേ, എഴുതി വെക്ക്. ചില കുടുംബങ്ങൾക്ക് സാമ്പത്തിക മെച്ചപ്പാടൊക്കെ ഉണ്ട്, കർത്താവേ ഞങ്ങൾക്ക് ഇനി കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അല്പം സമാധാനം വേണം കർത്താവേ, സമാധാനം വേണം. ചില കുടുംബങ്ങളുണ്ട്, സമ്പത്തുണ്ട്, സമാധാനമുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് സമാധാനമുള്ളത്. ഐക്യമില്ല, ഒരുമിച്ചിരിക്കില്ല. ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളിൽ രമ്യപ്പെടൽ നടക്കാനുണ്ട്. കൂടപ്പറപ്പുകൾ തമ്മിൽ, ജീവിത പങ്കാളി തമ്മിൽ രമ്യപ്പെടൽ നടക്കാനുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ ചില കുടുംബങ്ങളിൽ കുടുംബത്തിൻ്റെ ആഗ്രഹം തലമുറകളില്ലാതായി പോകുന്നു, കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കണം. 5-ാമത്തെ പ്രാർത്ഥന, തിരുസഭയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതണേ. തിരുസഭയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എഴുതണം. നിങ്ങൾ ഒരു സെൻറ്റൻസിലൊരു പ്രാർത്ഥന. അത് തിരുസഭയുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാകാം. വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, സഭയുടെ വിശുദ്ധീകരണം, ഏത് രീതിയിലും ഒരു പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് അല്പം ചില ദിവസങ്ങളിൽ ടീച്ചർമാർ വലിയ ഹോംവർക്ക് തരില്ലേ, അങ്ങനെ ദിവസമാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് 5 നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക. 5 നിയോഗങ്ങൾ എഴുതി പേപ്പറിൽ എഴുതി രൂപപ്പടിക്കൽ വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രധാന രൂപമായി വണങ്ങുന്നതിൻ്റെ ചാരത്ത് ഈ പ്രാർത്ഥന ഒരു ഇത്തിരി പോന്ന തുണ്ടുകടലാസിൽ എഴുതി അവിടെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളോട്. പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും. ജെറമ്യ 29:12.
അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. ഈ വചനത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ഈ കാര്യം ചെയ്യണം. ജെറമ്യ 29:12. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. എൻ്റെ ചാരത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾ ഈ എഴുതി സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷ നടത്തണം. ഈശോയും ആവർത്തിച്ച് പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഈ പ്രാർത്ഥനകൾ എഴുതി സമർപ്പിക്കാൻ തീരുമാനമെടുത്ത് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബവും തിരുസഭയും അനുഗ്രഹിക്കപ്പെടുന്നതിനുമായി 5 നിയോഗങ്ങൾ എഴുതി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കൺമണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ആരാധന 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 ആരാധന. ഈശോയെ, ശക്തനായവനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനെ, നിനക്ക് ആരാധന. കാരുണ്യവഴിയുടെ 3-ാം നാൾ ഞങ്ങൾ ഇന്ന് കേട്ട വചനം, ബർത്തിമിയോസ് എന്ന അന്ധയാചകനോട് ഈശോയെ നീ ചോദിച്ച ആ ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവേ, 40 ദിനങ്ങളുടെ ഒരു ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ, 50 നോമ്പ് ആചരണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ, ബർത്തിമയോസിനോട് എന്നതുപോലെ ഞങ്ങളെ നോക്കിയും നീ ആ ചോദ്യം ആവർത്തിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടതെന്തെന്ന്, ഞങ്ങളുടെ സങ്കടമെന്തെന്ന് അറിയുന്നവനെ, ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട്
ഞങ്ങളുടെ ആവശ്യങ്ങൾ നിന്നോട് ഏറ്റുപറയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കർത്താവേ, തിരുമുമ്പാകെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടതെന്തെന്ന് അപ്പനോടെന്നതുപോലെ പറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി ഒരു പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ മനസ്സിനെ പ്രതി ഒരു പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച്, ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിൽ ഒരു പ്രാർത്ഥനയുണ്ടാകട്ടെ. കൂടാതെ കുടുംബത്തിൻ്റെ ഒരു പൊതു പ്രാർത്ഥന, ഒരു കുടുംബം ഒന്നിച്ച് ദൈവത്തിന് മുമ്പാകെ വയ്ക്കുന്ന ഒരു അർത്ഥന, ഒടുവിൽ തിരുസഭയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ, ഞങ്ങൾക്ക് മാതൃക എന്നവണ്ണം പ്രാർത്ഥിച്ച് കാണിച്ചവനെ, പ്രഭാതത്തിലും ഒഴിവു നേരങ്ങളിലും മലമുകളിലേക്കും വിജനപ്രദേശത്തേക്കും പ്രാർത്ഥിക്കാനായി മാറിയവനെ, അപ്പം കയ്യിൽ കിട്ടിയപ്പോഴൊക്കെ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പായിക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചവനെ, ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ നിന്നുകൊണ്ട് അപ്പായോട് പ്രാർത്ഥിച്ചവനെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പുരോഹിത പ്രാർത്ഥന ഉരുവിട്ട ഞങ്ങളുടെ ഈശോയെ, തിരുമുമ്പാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ എളിമയോടെ സമർപ്പിക്കട്ടെ. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഈ 5 തലങ്ങളിൽ ഓരോ പ്രാർത്ഥന എളിമയോടെ എഴുതി നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് എടുത്തു വയ്ക്കുവാൻ ഞങ്ങളെ നീ പ്രചോദിപ്പിക്കണമേ. ഈശോ, നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? ഭൂമിയിലെ അപ്പന്മാർ അത്രമേൽ ശ്രദ്ധയുള്ളവരാണെങ്കിൽ ഞാൻ എത്രയധികമായി സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തവനെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന സുന്ദരമായ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിച്ചവനെ, നിരാശരാകാതെ പ്രാർത്ഥിക്കുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടെന്ന്, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ചടിവരയിട്ട് പറഞ്ഞു തന്നവനെ, നിനക്ക് ആരാധന. ഈശോയേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളെ തിരുമുമ്പാകെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നിന്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിന്റെ ജനം ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. കർത്താവേ, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ ഏറ്റുപറച്ചിലാണ്. ദൈവജനമേ, ഇരുകരവും ചെറുതായി ഉയർത്തിപ്പിടിച്ച്, നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുകരവും ചെറുതായി ഉയർത്തിപ്പിടിച്ച് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ മുമ്പാകെ അവൻ്റെ പരിശുദ്ധി ഏറ്റുപറഞ്ഞ് ഒരു പ്രഖ്യാപനം എന്നതുപോലെ തിരുമുമ്പാകെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.
നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്ക് പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഈ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവോടെ നമുക്ക് തിരുസന്നിധിയിൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ
ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ വിശ്വസിക്കണം, ഞാൻ പ്രാർത്ഥിച്ചവയ്ക്ക് ഈ ദിവസങ്ങളിൽ കാരുണ്യ വഴിയുടെ ഈ ദിനങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണയും ഉത്തരവും ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ വേണം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളോട് കാണുമ്പോൾ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് നിറഞ്ഞ കണ്ണോടെ അഭ്യർത്ഥിച്ചവരെ നമുക്കറിയാം. അവരുടെ പ്രാർത്ഥനകളെ കൂടെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ